ഈ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ ഇന്ന് കോളേജിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. നേരെ പോയി കോളേജിൽ പോയിട്ട് കോളേജ് ബ്ലോഗ് ആയിരിക്കും ഗൈസ്. അപ്പോൾ വീക്കെൻഡ് ബ്ലോഗാണ്, അപ്പോൾ ഷോർട്സ് ബ്ലോഗല്ല, ലോങ് ബ്ലോഗാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റിൻ്റെ അത് വെച്ചിട്ട് ഇറങ്ങും ഈ ഗൈസ്. അപ്പോൾ ഞാനിപ്പം ഡിസ്പ്ലേയിൽ വന്നിരിക്കുകയാണ് ഗൈസ്, കാരണം നമ്മുടെ ടീച്ചറിൻ്റെ ബർത്ത്ഡേ നല്ല വൃത്തിയായിട്ട് വാങ്ങാൻ വേണ്ടി തിരിച്ച് കാണിച്ചു തരാം. പയ്യന്മാരെ കാണിച്ചു തരും, എല്ലാവരും ഉണ്ട് നൈസായിട്ട് കേക്ക് വാങ്ങാൻ ഗൈസ്. ഈ കേക്കാണ് ഗൈസ്, പയ്യന്റെ നമ്പർ ഗൈസ്. സാറിന്റെ ചെലവ് വരുന്ന കേട്ടാ, കണ്ട അതെന്ത് 100. ഇതാണ് കേക്ക് ഗൈസ്, ബ്ലാക്ക് ഫോറസ്റ്റ്. ഗൈസ് ഒരു പോപ്പറം വാങ്ങിച്ചു, പൊട്ടുമെന്തോ പൊട്ടു, ബില്ലടിക്കട്ടെ. കമത്തി കൊണ്ടുപോളിയെ, കമത്ത് ചെറിന പോലെ പേടിക്കാതെ. ഗൈസ് പൈസ എല്ലാം ഇട്ട് സാറാണ്. ഹാപ്പി ബർത്ത്ഡേ. കഴിഞ്ഞ സെലിബ്രേഷൻ്റെ അവിശിഷ്ടങ്ങൾ കേക്ക്. ഇതാണ് ഗൈസ് നമ്മുടെ ക്ലാസ്. ഇതൊക്കെ കഴിയും. ക്യാമറ ആണെങ്കിൽ ചെയ്യും, വല്ല സ്റ്റിക്കർ കിട്ടും. ആഫ്റ്റർ ആൻഡ് ബിഫോർ പാർട്ടി പോപ്പ് പൊട്ടിച്ചേണ്ടതാണ്. അവശിഷ്ടങ്ങൾ എൻ്റെ അടുത്ത് തൂക്കാൻ പറഞ്ഞു. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തൂത്തോണ്ടിരിക്കുന്ന കേസ്. ആര് ആര് വാങ്ങിച്ചേ? ഇതാ വൈ ആഫ്റ്റർ ബിഫോർ. എന്താ കറങ്ങി കറണ്ട് ഇടങ്ങ. അതാണ് സ്നേഹം, സ്നേഹം, സ്നേഹം. അതാണ് ഇതവിടെ കിടന്ന് പിടിച്ചോണ്ടി, അതേ പറ്റുള്ളൂ. അതായത്തിന് പ്രത്യേകം വിളിക്കുന്നത് അപ്പോൾ ഗൈസ്. കോളേജിൽ അവിടെ വന്നേക്കാണ് ഗൈസ്, റെക്കോർഡ് വാങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ റെക്കോർഡ് വാങ്ങിച്ചു, നോക്കട്ടെ ഗൈസ്. അത് കാണിച്ചു തുറ മതി, കണ്ടു ചെയ്ത
ചോർച്ചടാ തലയിലൊന്ന് തുറടേ. അതിലൊന്നുമില്ലല്ല. നീളല്ലേ നീളല്ലേ നിന്റെ എന്റെ കണ്ടുപിടിടാ. തുറടാ എന്റെ തുറടാ. അത്രേ ഉള്ളൂ. ചുമ്മാ ഇരിക്കണോ വീട്ടില്? എന്റെയും കൂടെ അടിച്ചു തരൂ ഗൈസ്. ഇതാണ് എന്റെ റെക്കോർഡ്. മെനിക്ക് ഇവിടത്തെയല്ലേ ഉള്ളു, പെട്ടെന്ന് തന്നെ സാധനം കിട്ടി. ഇതൊക്കെ വരയ്ക്കാണ്ട്, ഇതൊക്കെ PDF അതൊക്കെ വരയ്ക്കണം. കൊറേ ഉണ്ട് വരയ്ക്ക്. ഈ സാധനമല്ലേ നേരത്തെ വേണ്ട. ലാസ്റ്റ് ബ്ലാങ്ക് പേപ്പർ ഇട്ടില്ലല്ലോ, ഞാൻ ചുമ്മാ ഇട്ടു. അവര് വേറെ ഇട്ടി, അവര് കട്ടിയുള്ള പേപ്പർ ഇട്ടിരുന്നു, ഞാൻ ചുമ്മാ വെച്ച്. ഇത് ബോർഡർ ഒന്നും ഇല്ലടാ, എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞവര്. എന്ത് അതും വരയ്ക്കണമല്ലേ ഇനി. ഈ ഗൈസ് അപ്പോൾ അങ്ങനെ കോളേജിലെത്തി ഗൈസ്. കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ആരില്ല, പക്ഷെ ആരുമില്ല. ഇവന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാം. നമ്മളത് അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ വന്നേക്കാണ് കേട്ടോ. ആരുമില്ല, ശാന്തമായ അന്തരീക്ഷവും. വേണ്ട, എവിടെ നിന്നെടുക്കാം ഗൈസ്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഈ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയണത് പിന്നെ കുറച്ച് റീലെടുക്കണം. ക്ലാസ്സിൽ കയറിയിട്ട് റീലെടുക്കണം. അപ്പോൾ നമ്മുടെ അവൾ എന്ന് പറയുന്ന സീരീസിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഇന്ന് എടുക്കണം. കുറച്ചെടുത്ത് ഇനി കുറച്ചും കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ അതെടുക്കണം. ഇന്നത്തെ പരിപാടി അതാണ്. പിന്നെ വേറെ ഏതെങ്കിലും കണ്ടന്റ് പ്ലാൻ ചെയ്യണം. ആദ്യം മെയിനായിട്ടും ക്ലാസ്സിൽ കയറുന്ന പരിപാടിയാണല്ലോ. ആകാശത്തൊക്കെ തോണും ചാരി നിൽക്കുകയാണ്. പോയി. അപ്പോൾ ഇന്ന് ആദ്യം പോയി, ഇന്ന് ചിലപ്പോൾ ഫസ്റ്റ് ഒരു കെമിസ്ട്രി ലാബായിരിക്കും. അപ്പോൾ അങ്ങോട്ട് കയറാം. ആരുമില്ല ഗൈസ്, കുറച്ച് പേരെയൊക്കെ വന്നിട്ടുള്ളൂ. എന്തായാലും ആദ്യം ക്ലാസ് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കണം. അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. ക്ലാസ് കഴിഞ്ഞിട്ട് കാണാൻ ഗൈസ്. ഒരു ബുക്ക് വേണ്ട. നല്ല 2 മാസമുള്ള പയ്യൻ മരുന്ന് തിരിച്ചെടുത്തിട്ട് നമ്മളെത്ര കണ്ടിരിക്കുന്നത് പിടിച്ചോടേ. കുറച്ച് കരിയില കിട്ടി തലേ കുറച്ച് കരിയില കിട്ടിട്ടോ. ഇല്ല എടാ പിടിയടാ. ഈ അപ്പുറത്തെ സൈഡ് കുത്ത്. അല്ല അതിന്റെ അറ്റം കുത്ത്, അറ്റം അത് കുത്ത് കുത്ത്. ഒന്നുമില്ല. പിടിച്ചോ. ഓടാ ഓടാ ഓടാ. ഓടക്കകത്ത് വീഴണേ. ഓട കുത്ത്. അഞ്ചര തല കുത്ത് കുത്ത് കുത്ത്. വെയിറ്റ് ആളിയാ. പിടിച്ചോ പിടിച്ചോ. അത് വരില്ല, കൊന്നിരിക്കും. ഇനി ആ ബുക്ക് ഒന്നും കൊള്ളൂലേ? ഓ നീ അത് വെച്ച് പഠിച്ച് അല്ല ആ പേടി വേണ്ട. നീ കൂടെ പോ, നിന്നെ എടുക്കാൻ വയ്യ. നടുക്കിൽ കൂടിയിടാ.
അവൻ NCC-യിലുള്ളതല്ലേ എടുത്ത്. ചാടിക്കേറ് ഇടിഞ്ഞു വീഴും ക്യാമറമാൻ അവന്റെ കമ്പ് കോരി. ഞാൻ വേണമെന്ന് പറഞ്ഞ അങ്ങനെ ബുക്കും കൊണ്ട് ജെറിൻ വന്നിട്ടുണ്ട്. കാണിച്ചു കൊടു. ആരാ ബുക്ക്? ഓ അനന്തിന്റെ അത് കാണിച്ച ഇത് ചീത്തയായി നോക്ക്, പുറകു side. ഇല്ല ആരെടുത്ത് ഞാൻ എടുത്ത് ബുക്കിന് സരസ്വതിയാണെടാ, കീറി കളയാതെടാ. ദൈവം കോപിക്കും. ഇവിടെ. തൊട്ട് തൊഴുതി. എത്ര ആൾക്കാർ തുപ്പിയ നൽകുന്നതായിരുന്നു. ലുക്ക് മാത്രമേ ഉള്ളൂ, വാ തുറന്നാ പോയി. ഇവളും ഈ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീക്കെൻഡ് വ്ലോഗ് എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ലൈഫ് എങ്ങനെയാണെന്നുള്ളതായിരുന്നു നമ്മുടെ വീക്കെൻഡ് വ്ലോഗ്. ഇതേപോലെ ആയിരിക്കും ഇനി വ്ലോഗ് വരിക. ഒരു 10 മിനിറ്റ് 15 കൂടി പോയ 15 മിനിറ്റിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള വ്ലോഗ് ആയിരിക്കും. അപ്പോൾ അതായിരിക്കും കൂടുതൽ പേർക്കും കാണാൻ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇന്ന് രാവിലെ കോളേജിൽ പോയി അവിടുത്തെ കുറച്ച് വ്ലോഗ് എടുത്തിട്ട് അവിടുത്തെ ഒരു സീരീസിൻ്റെ പാർട്ട് 2 വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഒരു ഔട്ട്രോ എടുക്കണേ. അപ്പോൾ എന്തായാലും ഇനി മുതലും നമ്മുടെ ചാനലിൽ സീരീസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതോടൊപ്പം തന്നെ വ്ളോഗ് എന്തായാലും വീക്കെൻഡിൽ ഒരു വ്ളോഗെങ്കിലും വെച്ച് വരും. ഷോർട്സ് വ്ളോഗിന് പകരമാണ് ഇതേപോലെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഷോർട്സ് ആണെങ്കിൽ നമുക്ക് 60 സെക്കൻഡ് അത് വെച്ചിട്ടല്ലേ തീക്കാൻ പറ്റും. നമുക്ക് ഇതാണെങ്കിൽ നല്ല കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും ഇനിയിപ്പോൾ എക്സാം വരെയാണ്. എക്സാമിനനുസരിച്ച് കണ്ടന്റ് വരും. അതിൻ്റെ ഇടയിലൊക്കെ റിലേറ്റബിൾ കണ്ടന്റ് ഇടണം. അങ്ങനെയൊക്കെ കുറെ പ്ലാൻ ഉണ്ട്. അപ്പോൾ നടക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇപ്പം ഒരു 6 മണി അടുപ്പിച്ച് തന്നിട്ടുണ്ട്. ഞാൻ ഒരു ഔട്ട്രോ എടുത്തിട്ട് കുറച്ച് റെക്കോർഡും അതോടൊപ്പം തന്നെ ഒക്കെ എഴുതിയതിന് ശേഷം ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. അതുകൊണ്ടാണ് ഇപ്പോഴേ ഒരു ഔട്ട്രോ എടുക്കണേ. അപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മോഡലാണ് കേട്ടോ. അതോടൊപ്പം തന്നെ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ നല്ല നോയ്സ് കാണും. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മുടെ വീക്കെൻഡ് വ്ലോഗ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ പുറത്തോട്ടൊക്കെ പോയി വ്ലോഗ് എടുക്കണം എന്നുണ്ട്. പക്ഷെ ഇപ്പം സമയം കിട്ടുന്നില്ല. ഫുൾ ടൈം കോളേജിൽ ഉള്ളപ്പം കോളേജിൽ പോകും. അതോടൊപ്പം തന്നെ എഡിറ്റിങ് ഉള്ളതുകൊണ്ട് എഡിറ്റിങ് കഴിയും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്തൊന്നും പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ പറ്റുന്ന അനുസരിച്ച് നമ്മുടെ വ്ലോഗ് വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം വ്ലോഗ് വരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.